നമുക്കിന്ന് കുറച്ച് ക്യൂട്ട് ഐറ്റംസ് കണ്ടല്ലോ ഫ്രം ഡൈസോ. ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള റേറ്റിൽ ജപ്പാനിൽ ഇത്രയും ക്യൂട്ട് ഐറ്റംസ് കിട്ടുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കൂ? ജപ്പാനിലെ ഫേമസ് 100 ഷോപ്പ് ആയിട്ടുള്ള ഡൈസോ ചെറിയ ബഡ്ജറ്റിൽ നല്ല ക്വാളിറ്റി പ്രോഡക്ട്സ് കിട്ടുന്ന ഒരു ഷോപ്പാണ്. ക്യൂട്ട് ആയിട്ടുള്ള കിച്ചൺ ഐറ്റംസ്, ആസ്തറ്റിക് സ്റ്റേഷനറി, യൂസ്ഫുൾ ഹോം പ്രോഡക്ട്സ്, സ്നാക്സ്, ബ്യൂട്ടി ഐറ്റംസ്, എന്ത് നോക്കിയാലും അഫോർഡബിൾ ആൻഡ് യൂസ്ഫുൾ ആണ് ഇവിടെ. നമ്മൾ ഏതെങ്കിലും ഒരു ഐറ്റം മേടിക്കാനായിരിക്കും ഇതിൻ്റെ ഉള്ളിൽ കയറുന്നത്, പക്ഷെ തിരിച്ചിറങ്ങുമ്പോൾ കൈ നിറച്ച സാധനങ്ങളായിരിക്കും. ഞങ്ങൾ ഇതുവരെ ഡൈസോയിൽ ഒരു സാധനം മേടിക്കാൻ പോയിട്ട് 5-6 സാധനങ്ങളില്ലാതെ പുറത്തിറങ്ങിയിട്ടില്ല. ഇനി നമുക്ക് ഈ വാങ്ങിച്ച ഐറ്റംസിന്റെ സ്റ്റോറി പറയാം. ഞാൻ റീസെന്റ് ഒരു ട്രാവൽ ജേർണലിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിന് യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് കൂടുതലും ഇതിൽ കാണിക്കുന്നത്. ട്രാവൽ ജേർണലിംഗ് എന്നൊക്കെ പറയുമ്പോൾ അത്ര വലിയ സംഭവമായിട്ടല്ല കേട്ടോ, ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ. ഈ ഐറ്റംസിന്റെ കൂട്ടത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഐറ്റമാണ് ഇത് നമ്മുടെ ബൈക്കിന്റെയോ സൈക്കിളിന്റെ ഹാൻഡിൽ റബ്ബർ ഗ്രിപ്പ് ഉപയോഗിച്ച് അറ്റാച്ച് ചെയ്താൽ ബൈക്ക് ഓടിക്കുമ്പോൾ മുകളിലെ പ്രൊപ്പലർ കാറ്റിൽ സ്പിൻ ചെയ്യും. ആക്ച്വലി പ്രത്യേകിച്ചൊരു യൂസ് ഇല്ലെങ്കിലും നമുക്കൊരു ട്രാവൽ ബഡിയായിട്ട് കൊണ്ടു നടക്കാം. ഇങ്ങനെ ഒന്ന് നാട്ടിൽ എൻ്റെ വണ്ടിയിലും ഉണ്ടായിരുന്നു. അതൊരു പന്നിക്കുട്ടിയായിരുന്നു. ഇത് കാൻഡിഡ് ഷേപ്പിലുള്ള ഒരു ഹൈലൈറ്റർ ആണ്. ഇത് ഒരു സൈഡ് സ്കെച്ചും അതർ സൈഡ് ഹൈലൈറ്ററും ആണ്. ഇതിന്റെ 3 കളേഴ്സ് ഉണ്ടായിരുന്നു. ഇത് ലിപ്സ്റ്റിക്കിന്റെ ഷേപ്പിലുള്ള ഒരു ഇറേസർ ആണ്. ഇതിന്റെ സെൻട്രലായിട്ട് ഒരു പേർപ്പിൾ ഹാർട്ട് ഉണ്ട്. ഈ പെൻസിന്റെ മുകളിൽ കാണിച്ചിട്ടുള്ള ഡിസൈനിൽ നമുക്ക് വരയ്ക്കാനായിട്ട് പറ്റും. ഇതൊരു സ്റ്റിക്കർ ആക്ടിവിറ്റി ബുക്കാണ്. ആ നമ്പർ അനുസരിച്ച് അവിടുത്തെ കട്ട് പീസ് ഒട്ടിച്ചാൽ ഇതേപോലെ പ്രിൻസസിന് ഫുൾ ഇമേജ് ആയിട്ട് കിട്ടും. കുട്ടികൾക്കുള്ളതാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാടോ. ഈ ചെറിയ യെല്ലോ ബോക്സ് എന്താണെന്ന് നിങ്ങൾക്ക് ഗസ് ചെയ്യാൻ പറ്റുമോ? ഇതൊരു മിനി സ്റ്റിച്ചിങ് സെറ്റാണ്. ഇതെന്റെ ബോട്ടിലാണ്. കുറച്ച് അലങ്കാരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഈ ഐറ്റംസ് എല്ലാം കൂടി ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഡൈസോന്ന് ഒരു ബാഗ് മേടിച്ചിരുന്നു. അതാണിത്. അപ്പൊ ശരി, താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.